Dubai and UAE is a land of opportunity. Control of quality of material. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കലർപ്പില്ലാത്ത നല്ല നല്ല സാധനങ്ങൾ കിട്ടും. എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞാൽ not necessarily you need to limit yourself to engineering. നിങ്ങൾക്ക് sky is your limit actually. നിങ്ങൾക്ക് അത് ഹായ് ഫ്രണ്ട്സ്, ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും. അത് ഏത് മേഖലയിലും നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഒരാളാണ് നമ്മളെ കൂടെ എന്നുള്ളത്. എൻ്റെ പേര് ടി എൻ കൃഷ്ണകുമാർ എന്നാണ്. ഞാൻ കേരളത്തിലെ തൊടുപുഴ ടൗൺ ഇടുക്കി ജില്ലക്കാരനാണ്. കൃഷ്ണേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ ചാനലിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്നാണ് പഠിച്ച് അത്ര വലിയ പറയണ മാതിരി ഒരു വലിയ സിറ്റിയിലോ അങ്ങനെ വളർന്ന ഒരാളല്ല. നമ്മുടെ എക്സ്പോഷറും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് വന്ന ഒരിതാണ്. പിന്നെ എന്തോ ഘട്ടൊക്കെ ദൈവാദി എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി, MBA ഒക്കെ പാസ്സായി ഇവിടം വരെയൊക്കെ വരാൻ സാധിച്ചു. നല്ല നല്ല കമ്പനികളിൽ നല്ല പൊസിഷനിലിരിക്കാൻ സാധിച്ചു. എല്ലാം ദൈവത്തിൻ്റെയൊക്കെ കരുണകാരം. വൈഫിൻ്റെ പേര് ഗീതു കൃഷ്ണകുമാർ എന്നാണ്. മുമ്പ് ഇവിടെ DPS ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ ദുബായിൽ ജൂനിയർ HOD ആയിരുന്നു സയൻസിൻ്റെ. ഇപ്പോൾ കോണ്ടിനെന്റൽ ഇൻഷുറൻസിലെ ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. മക്കൾ മൂത്തമാൻ്റെ പേര് രാഹുൽ കൃഷ്ണകുമാർ എന്നാണ്. രാഹുൽ പബ്ലിക് ഹെൽത്തിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യണം. പുള്ളി പബ്ലിക് ഹെൽത്ത് ഗ്രാജുവേഷൻ നടത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാന്റിയാഗോയിലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ദുബായിൽ വന്നു. ഒന്ന് കുറച്ചു നേരം വർക്ക് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് പോയി UK പോയി മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഒരു ഫൈനൽ പേപ്പർ സബ്മിഷൻ ഒരു കുട്ടിയോട്. ഓക്കെ, എഞ്ചിനീയറിംഗ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ പിന്നെ കൃഷ്ണേട്ടന് ഒരുപാട് വലിയ വലിയ കമ്പനികളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു എഞ്ചിനീയറിംഗ് എന്ന ഒരു സെക്ടറിലൂടെ നോക്കുകയാണെങ്കിൽ? ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ 12 അന്ന് PDC ആയിരുന്നു. PDCയുടെ സെക്കൻഡ് ഇയർ PDCക്ക് പഠിക്കുന്ന സമയത്താണ് ആക്ച്വലി എഞ്ചിനീയറിംഗ് എന്ന് ഒരു സംഭവം ഉണ്ടെന്നും എഞ്ചിനീയറിംഗ് എൻട്രൻസ് ഉണ്ടെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞറിയണത്. അതാ പറഞ്ഞ ആ എക്സ്പോഷർ വളരെ കുറവായിരുന്നു 82-84. ഓക്കെ, അപ്പോൾ ഭാഗ്യം കൊണ്ട് അന്ന് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി മെറിറ്റിൽ തന്നെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. മെറിറ്റിൽ കിട്ടിയത് കൊണ്ട് പിന്നെ ഇന്നത്തെ മാതിരി ക്യാപിറ്റേഷൻ ഒന്നും കൊടുക്കാതെ അന്ന് അഡ്മിഷൻ കിട്ടി. അത് മാത്രമല്ല വളരെ ചെറിയ ഫീസായിരുന്നു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ. അതുകൂടെ എനിക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അതും കൊടുക്കേണ്ട വന്നില്ല. എഞ്ചിനീയറിംഗ് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത്. 88 ചെയ്തു. അതിനുശേഷം ഞാൻ പൂനെയിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ട് MBA പഠിച്ചു ചെയ്തു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ് റിസർച്ചിൽ അവിടെ അതെ പൂനെയിൽ വർക്ക് ചെയ്തുകൊണ്ട് സമയമില്ല. ഞാനന്ന് പൂനെയിൽ വർക്ക് ചെയ്യേണ്ടത് തെർമോൺ ഹീറ്റ് റേസേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. അത് ഈ തെർമോൺ ടെക്സാസിന്റെ ഒരു ഇന്ത്യൻ ഓഫീസ് സെറ്റപ്പ് ആയിരുന്നു. അപ്പം അതിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ വൈകിട്ട് പോയി പഠിച്ചു. MBA ചെയ്തു. മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ ചെയ്തു. എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർസൻ ആൻഡ് ട്യൂബ്രോയാണ്. 1992 എനിക്ക് ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ അതും ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇന്റർവ്യൂ, സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞു. മുംബൈയിൽ അന്ന് ബോംബെ എന്ന് വിളിച്ചിട്ട് നിന്ന് മുംബൈ സെൻട്രൽ ബ്രാഞ്ച് എഞ്ചിനീയർ ആയിട്ട്. എഞ്ചിനീയറിംഗിന്റെ ഒരു നല്ലൊരു ബേസിക് ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയത് LNT ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ സുജുക്കി ഡിവിഷനിൽ. ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ഹാർഡ് കോർ സബ്ജക്റ്റ് ആണ് ഇലക്ട്രിക്കൽ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പൊ അതിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. 3 വർഷത്തോളം LNT മുംബൈയിൽ. ഭയങ്കര ട്രെയിനിങ് ആയിരുന്നു. ഒരു ലൈഫില് പറഞ്ഞില്ലേ, ഞാനൊരു വരുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ആലോചിക്കണം. അപ്പം നമുക്ക് ഒരു ആൾക്കാരോട് സംസാരിക്കാനും ഒരു പ്രസന്റേഷൻ സ്കില്ല് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ കോളേജുകളിലൊക്കെ അറിയാം. നമുക്ക് ബേസിക്കലി പഠിക്കുന്നത്
കൂടുതലും തിയറീസ് ആണ്. ഓക്കെ, ബട്ട് നമ്മളത് വന്ന ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ എനിക്ക് തന്നത് LNT ആണ്, ഗ്ലാസിനും ട്യൂബും. കഴിഞ്ഞ് ഞാൻ 95 വന്നത് മസ്കറ്റിലാണ്, ഒമാനില് ഭവാൻ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ വന്നു. പക്ഷെ അവിടെയും വർക്ക് ചെയ്തത് ഈ സുജികറാണ്. സെയിം ഞാൻ ഈ ഫീൽഡ് അന്ന് മുതൽ ഇന്നുവരെ മാറിയിട്ടില്ല. ലാക് സ്പാനിങ്, ഹോളക് മിഡൻ സ്പാനിങ് എന്ന് പറഞ്ഞ കമ്പനികളുണ്ടായിരുന്നു. അത് ഇന്നത്തെ ഈറ്റന്റെ പാർട്ടായിട്ടുള്ളവർ. അപ്പൊ അവരുടെ പ്രോഡക്റ്റുകൾ മസ്കറ്റില് ഒമാനില് മാർക്കറ്റും സെല് ചെയ്യാനുള്ള ഒരു ഇതായിരുന്നു എൻ്റെ. അതോടുകൂടി തന്നെ വേറെ ഹോക്കർ സിഡ്ലി എന്ന് പറഞ്ഞ ഒരു UK കമ്പനിയുടെ, ടാംകോ മിഡിൽ ഈസ്റ്റ്, ടാംകോ മലേഷ്യയുടെ പ്രോഡക്റ്റ്, ഇതൊക്കെ ബേസിക്കലി അവിടെ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാര്യമാണ്, നമ്മളിത് ടെക്നിക്കൽ സെല്ലിംഗ്. സോ ഇത് നമ്മുടെ മറ്റു പ്രോഡക്റ്റ് മാതിരിയല്ല. നമുക്ക് നോളജ് ഇല്ലെങ്കിൽ, ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഔട്ട് സ്മാർട്ട് ചെയ്യാൻ പറ്റും. കാര്യം 2001 എനിക്ക് ഷ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞു, ഇവിടെ ഇത് ഫ്രഞ്ച് കമ്പനിയാണ്. അവിടുന്ന് ഒരു എനിക്ക് കോള് വന്നു, അവരിൽ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ഓപ്പണിംഗ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ട് 2001 അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ UAE വരുന്നത്. UAE വന്നപ്പോൾ 2001 ആക്ച്വലി ഞാൻ ലാൻഡ് ചെയ്തത് അബുദാബിയിലാണ്. അബുദാബിയില് 2001 to 2003 അബുദാബിയിൽ നിന്നും ഷ്നൈഡർ ഇലക്ട്രിക്കിന്റെ തന്നെ ഹെഡ് ഓഫീസിലോട്ട് 2003 മാർച്ചിൽ ഞാൻ മൂവ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായിലാണ്. അത് കണ്ടിന്യൂ ചെയ്ത് 2006 വരെ ഞാൻ ഷ്നൈഡറിൽ കണ്ടിന്യൂ ചെയ്തു. 2001 to 2006 ഷ്നൈഡറിൽ വർക്ക് ചെയ്തു. ആ സമയത്ത് എനിക്ക് ഷ്നൈഡറിന്റെ ബെസ്റ്റ് എഞ്ചിനീയർ ഫോർ ദ മിഡിൽ ഈസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞ എനിക്ക് അവാർഡ് കിട്ടി. ദ ബെസ്റ്റ് പെർഫോമൻസ് ഇൻ ദ ലാസ്റ്റ് 5 years എന്ന് പറഞ്ഞത് ഇതായിരുന്നു. ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. 2006 ഇതേമാതിരി എനിക്ക് ഫ്രാൻസ്, അന്ന് പാരീസ് എന്നൊരു കോൾ ഉണ്ടായിരുന്നു. അന്നൊരു കമ്പനി ഉണ്ടായിരുന്നു, അരീവ T&D എന്ന് പറഞ്ഞിട്ട്. അരീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ഫ്രഞ്ച് ഗവൺമെന്റ് ആണ്. They are into uranium enrichment, reactor, power generation, transmission, distribution. അപ്പോൾ അതിൽ ഞാൻ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മിഡിൽ ഈസ്റ്റിന്റെ ഹെഡായിട്ടാണ് 2006 ജോയിൻ ചെയ്തത്. അത് 2011 വരെ കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ഡിവിഷന് ഷ്നൈഡറും അൽസ്റ്ററും കൂടെ ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ പിന്നെ എന്റെ ഡിവിഷൻ ആക്ച്വലി പോകേണ്ടത് ഷ്നൈഡറിലോട്ടാണ്, അത് എന്റെ പഴയ കമ്പനിയിലോട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ എനിക്ക് ഇത് ഇൻസിഡന്റലി അഗെയിൻ ജിന്ന് എനിക്കൊരു കോൾ വന്നു. അതെ, ഗ്ലോബൽ ലീഡർ ഫോർ ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കൽ, വെർട്ടിക്കൽ ലീഡർ എന്ന് പറയും. പല വെർട്ടിക്കൽസ് ഉണ്ട്. അതിന്റെ പെട്രോകെമിക്കൽ, ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കലിന്റെ വെർട്ടിക്കൽ ലീഡർ ആയിട്ട് ജനറൽ ഇലക്ട്രിക്കിൽ ജോയിൻ ചെയ്തു. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്ലെയിൻവിൽ കണക്ടിക്കറ്റിലായിരുന്നു. 2011 മുതൽ 2015 വരെ ഞാൻ ഡയറക്റ്റ് അവിടെ റിപ്പോർട്ടിംഗ് ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മിഡിൽ ഈസ്റ്റ് റീജിയൽ ഹെഡായിട്ട് ഒരു പൊസിഷൻ വന്നു. അപ്പൊ അവരെന്നെ ഇവിടെ എടുത്തു. കാര്യം എന്റെ എക്സ്പോഷർ മുഴുവൻ മിഡിൽ ഈസ്റ്റ് റീജിയനാണ്, ഗൾഫ് കൺട്രീസും മിഡിൽ ഈസ്റ്റ് റീജിയനുമാണ്. അല്ല, ഞാൻ ഓൾവേസ് ബേസ് ഇൻ ദുബായ്. കാര്യം GE സംബന്ധിച്ചിടത്തോളം ഓയിൽ ആൻഡ് ഗ്യാസ് പെട്രോകെമിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഏരിയ മിഡിൽ ഈസ്റ്റ് ആണ്. അപ്പൊ അവരുടെ ഇതിന്റെ ആളും റീജിയൽ ഹെഡും ഇവിടെ മിഡിൽ ഈസ്റ്റിലാണോ ഇരിക്കാനുള്ളതാണ് അവരുടെ ഒരു ചിന്താഗതി. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ള സ്ഥലം ദുബായാണ്. ഞാൻ ദുബായിലാണ് ഇരുന്നത് ഓൾവേസ്. എന്റെ ജോബുകളെല്ലാം തന്നെ ദുബായിലാണ്. അന്ന് GE പവർ എന്ന് പറഞ്ഞു, GE പവറിന്റെ ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ പറഞ്ഞ ബിസിനസിന്റെ മിഡിൽ ഈസ്റ്റ് റീജിയൽ ഹെഡായിട്ട് അത് 2018 വരെ പോയി. 2018 അഗൈൻ എന്റെ ഡിവിഷനെ ABB എന്ന് പറഞ്ഞൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു എന്റെ ഡിവിഷൻ. ഞങ്ങളുടെ ഇതില് ഈ ടേക്ക് ഓവറും ബൈ സെല്ലൊക്കെ വളരെ നോർമലാണ്. അപ്പൊ അങ്ങനെ 2018 ABB ജോയിൻ ചെയ്തു. 2018 ഞാൻ ABB കയറുമ്പോ തന്നെ അറിയാമായിരുന്നു. കാര്യം ഇത് GE ABB ഒക്കെ എല്ലാം ബിഗ് ജൈൻസ് ആണ് ആക്ച്വലി ഈ ഡിവിഷനിൽ. അപ്പോൾ എനിക്ക് മൂവ് ചെയ്യണം എന്നറിയായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വില്ലിങ്നെസ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നു, എനിക്ക് മാറാനുള്ള ഒരു ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു ഓൾറെഡി. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ABB റിസൈൻ ചെയ്തു. എന്നിട്ട് സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ദുബായില്. പ്രോജക്ട് മാനേജ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. സോ പ്രോജക്ട് മാനേജ്മെന്റ് എനിക്ക് അറിയുന്ന കുറച്ച് കമ്പനികളുണ്ട്. കാര്യം ഇതുവരെ ഞാൻ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം. ഞാൻ ഈ പ്രോഡക്റ്റിൽ ഇപ്പൊ ഞാനിപ്പോ 33 വർഷമായി ഈ സുജികർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ EPC ഒക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ടു ബ്രിങ് ദ പ്രൈസസ് ഡൗൺ, ടു ബി മോർ ഒപ്റ്റിമൈസ് പ്രൈസസിൽ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരെണ്ണം. പിന്നെ അത് കൂടാതെ ഒത്തിരി കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, എഞ്ചിനീയറിംഗ് സർവീസസ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്.
എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 2 ഡസനോളം ഇറ്റ്സ് മെയിൻലി ബേസ്ഡ് ഇൻ UK, ജർമ്മനി, ടർക്കി, US, ജപ്പാൻ, കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ എന്നെ കോൺടാക്ട് ചെയ്യാം. അതെ, ഇവിടെ ഇതോടുകൂടി തന്നെ എനിക്ക് നാട്ടിലും എനിക്ക് കുറച്ച് കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. എനിക്കൊരു വയനാട്, അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ആയിട്ട് അപ്പൊ എനിക്കൊരു മൊബിലിറ്റി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്വന്തം തുടങ്ങി. അപ്പം എനിക്ക് അവിടെയും പോകാൻ പറ്റും, ഇവിടെയും. ഒരു പ്രൊഫഷണൽ എക്സലൻസിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഏതാണ്, ഒരു അപ്രിസിയേഷൻ ഏതാണ്? ഇന്ത്യൻ ബേസ് ആയിട്ട് നമ്മളൊരു ഇൻഡിവുഡ് ബില്ലിനേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ, ഒരു ക്ലബുണ്ട്. അവരുടെ നമ്മളൊരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് നമ്മൾ $1 ഈസ് ഈക്വൽ ടു 1 ഇന്ത്യൻ റുപ്പി ആയിരുന്നു 1947. ഇന്നത്തെ കാര്യം അറിയാലോ, ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 72-75 രൂപയായി, ഡിപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഓർഗനൈസേഷൻ ഇൻഡിവുഡ് ബില്ലിനേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ ക്ലബില് only 100 crore അസറ്റിന് മുകളിലുള്ള ആൾക്കാരുടെ ഒരു ക്ലബ്ബാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പൊ അവരുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരിച്ച് ഇന്ത്യൻ രൂപയെ 1 റുപ്പി ഈസ് ഈക്വൽ ടു $1 എന്നുള്ളതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർ പറയണത് ഇവിടുന്ന് നമ്മൾ ഫിനാൻഷ്യലായിട്ട് ഒത്തിരി നമ്മളിപ്പോ ഒത്തിരി പെട്രോളിയം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ഡ്രെയിൻ ഒക്കെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ഈ ഇന്ത്യൻ രൂപി സ്ട്രോങ് ആവും, തിരിച്ച് നമുക്ക് വരാൻ വഴി എന്നുള്ളൊരു ഇതുണ്ട്. 2018 ബെസ്റ്റ് സ്ട്രാറ്റജിസ്റ്റ് ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്തിരുന്നു. ബേസിക്കലി നമ്മുടെ അവര് പല ഫീൽഡ് ഉണ്ട് അവർക്ക്. ചിലത് അവർക്ക് ഇവൻ ഫിലിമിന്റെ ഇതിലുണ്ട്, ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, മറൈനിലുണ്ട്, എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, അങ്ങനെ ഇതുണ്ട്. അപ്പൊ എനിക്ക് വന്നത് ബേസിക്കലി ഓയിൽ ആൻഡ് ഗ്യാസ്, പെട്രോകെമിക്കൽ അതിന്റെ ഇതിലാണ്. അതിൽ ഞാൻ ഒത്തിരി പ്രോജക്ട്സ് സ്പെസിഫിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി നമ്മുടെ അബുദാബി ആണെങ്കിലോ, ഇല്ലെങ്കിൽ അബുദാബി അഡ്നോക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലൂടെ ആണെങ്കിലോ, അല്ലെങ്കിൽ അരാംകോയുടെ കൂടെ ആണെങ്കിലോ, അല്ലെങ്കിൽ QP ഖത്തർ പെട്രോളിയത്തിന്റെ കൂടെ ആണെങ്കിലോ, PDL ഒമാനിൽ ആണെങ്കിലോ, ഇല്ലെങ്കിൽ KOC or KNPC, ഇങ്ങനെയുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ കൂടെ ഞാൻ ഒത്തിരി പ്രോജക്ട്സ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രോജക്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല ഹൗസസും ചില അൺമാൻഡ് ഇതൊക്കെ നമുക്ക് ഹൗസസ് ഒക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊക്കെ അപ്രീഷിയേഷനായിട്ട് അവരെന്നെ വിളിച്ച് ചെയ്യാനാണ്. അത് നടന്നത് ഹൈദരാബാദ് വെച്ചായിരുന്നു. ഹൈദരാബാദില് തെലങ്കാന ഗവൺമെന്റിനോട് കൂടി ചേർന്നിട്ട് എന്നെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് ഇത് ചെയ്യുന്നത് അതൊരു വലിയൊരു ഇതാണ്, ഒരു റെക്കഗ്നേഷൻ ആയിരുന്നു എനിക്ക്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മറ്റും കഴിഞ്ഞു വരുന്ന ആസ്പിരന്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു അഡ്വൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ കൃഷ്ണേട്ടൻ എന്തായിരിക്കും പറയുക? ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഓക്കെ, അത് വളരെ കറക്റ്റാണ്. നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസിൽ കെമിക്കൽ എഞ്ചിനീയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ്. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഈ വേൾഡ് നടക്കില്ല. നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും, ഈവൻ ഇലക്ട്രിക്കൽ ഓയിൽ ആൻഡ് ഗ്യാസിൽ അല്ലെങ്കിൽ പെട്രോകെമിക്കലിൽ ഒരു മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ബീം പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ഇലക്ട്രിക്കൽ സബ്മർസിബിൾ പമ്പ് വർക്ക് ചെയ്യണമെങ്കിൽ, ഇതെല്ലാം ഓക്കെ നിങ്ങൾക്ക് ഒരു ഡ്രില്ലിങ്ങും ഒരു ഓയിൽ എക്സ്ട്രാക്ഷൻ നടക്കില്ല. ഇതിനെല്ലാം ബിഹൈൻഡ് ഇലക്ട്രിസിറ്റിയാണ്. ഈ ഇലക്ട്രിസിറ്റിയെ വളരെ സേഫ് ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതിനെ കൊണ്ട് നമ്മൾ ഈ മോട്ടോഴ്സിനെയും ഈ കംപ്രസേഴ്സിനെയും ഈ പമ്പ്സിനെയൊക്കെ വർക്ക് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുന്നത് വളരെ നമുക്കൊരു പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹസാഡസ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒത്തിരി പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ടാവും, ഒത്തിരി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള ഗ്യാസസ് ഉണ്ടാവും. അപ്പൊ ആ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് ചെയ്യേണ്ടത്. ഞങ്ങളുടെയൊക്കെ എന്താ പറയുമ്പോഴത്തേക്കും ഒരു ആർക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം ആർക്ക് ഉണ്ടാവാം. നമ്മളിപ്പോ ഈവൻ വീട്ടിൽ പോകുമ്പോൾ രാത്രി നമ്മൾ ലൈറ്റ് സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയ സ്പാർക്ക് കാണും. ശ്രദ്ധിച്ചു കാണുമല്ലോ, നാട്ടിൽ ഇവിടെ കാണില്ല. നാട്ടിൽ അത് നമ്മൾ ഓൺ ഓഫ് ചെയ്യുമ്പോൾ ചെറിയ സ്പാർക്ക് കാണും. അത് വെറും 230 വോൾട്ട് ആണ്, വെറും ഒരു ലെസ് ദാൻ 1 ആംസ്, 1 ആംബി കൂടി ഇല്ല, ഹാഫ് ആൻ ആംബിയറോ 0.25 ആംസ് ഒക്കെ ഉള്ളൂ. അപ്പോഴാണ് ഈ ഇത്രയും സ്പാർക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു എക്യുപ്മെന്റ് നമ്മളത് ഓൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും നീ ആലോചിക്കണം. അതും ഇത് 11,000 വോൾട്ടോ അല്ലെങ്കിൽ 33,000 വോട്ടുള്ള എക്യുപ്മെന്റ് ആണ് ഈ സാധനം. അതിൽ നമ്മൾ ഈ ഓൺ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അവനെ എത്ര സേഫും സെക്യൂർ ആയിട്ടും കൺട്രോൾ ചെയ്യാം. ഇതാണ് സ്വിച്ച് ഗിയേഴ്സ് ആക്ച്വലി. എനിക്കൊരു ഒരു ഒപ്പീനിയൻ ഉള്ളത്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ മാത്രമല്ല എല്ലാ എഞ്ചിനീയേഴ്സും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം പഠിച്ചിട്ട് വന്നിട്ട് നേരെ
എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നേരെ IT പോയി ചെയ്യും. കാര്യം IT ഒരു നല്ലൊരു ടൈമിൽ ബൂം ഉണ്ടായിരുന്നു. IT മോശം തന്നെ ഒരിക്കലും പറയുന്നില്ല, നല്ല ഒരു ഇത് തന്നെയാണ്. പക്ഷേ ഈ ഒരു വലിയ ട്രെൻഡ് ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ, എല്ലാവരും വന്ന് IT മൂവ് ചെയ്ത് IT ഇതായി കഴിഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞ പവറിൽ എഞ്ചിനീയേഴ്സ് ഇല്ലാതായി പോയി. സോ ലൈക്ക് എൻ്റെ ഇതിൽ ഞാൻ ബിഗിനിങ്ങിൽ നിന്ന് പവറിൽ നിന്നോണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോർ ആയിട്ടുള്ള സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നാണ് എനിക്കൊരു പറയാനുള്ളത്. സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ ഇപ്പോൾ ഒത്തിരി പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ട്. പ്രീ സ്ട്രെസ്സിങ് ഉണ്ട്, പല പല ടെക്നോളജീസ് ഉണ്ട്. ഇപ്പം അതിൽ പോവുക, അതിൽ എക്സ്പെർട്ട് ആവുക, സ്ട്രക്ചറിൽ എക്സ്പെർട്ട് ആവുക, ഇല്ലെങ്കിൽ മെക്കാനിക്കലോ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോട്ട് വന്നു കഴിഞ്ഞാൽ പവറിലോട്ട് എക്സ്പെർട്ട് ആവുക. അപ്പോൾ അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് വേൾഡിൽ ബിക്കോസ് ഷോർട്ടേജ് ഓഫ് പവർ എഞ്ചിനീയേഴ്സ് ഉണ്ട് ആക്ച്വലി. കാര്യം ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വന്ന് പാസ് ഔട്ടായ ആൾക്കാരെല്ലാവരും ഒരു പ്രധാനപ്പെട്ട ആൾക്കാരും നോൺ പവർ റിലേറ്റഡ് അല്ലെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ഫീൽഡിലോട്ട് പോയി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരു വലിയ ഷോർട്ടേജ് വന്നു. അപ്പൊ നിങ്ങൾ തിരിച്ച് ഞാൻ പറയണത് കോർ സബ്ജക്റ്റിലോട്ട് ഫോക്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിഗിനിങ്ങിലെ ഒരു ആദ്യത്തെ ഒരു 5 വർഷം ശരിക്കും കഷ്ടപ്പെടണമായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ്, നിങ്ങൾക്ക് ആദ്യത്തെ 5 വർഷം കുറച്ച് കഷ്ടമായിരിക്കാം. കാര്യം അധികം വലിയ ശമ്പളം കിട്ടില്ല, കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. പക്ഷെ ആ ആദ്യത്തെ 5 വർഷം നിങ്ങൾ ഒരു ട്രെയിനിങ് മാതിരി എടുക്കാം. ഈ 5 ഇയേഴ്സ് നിങ്ങളുടെ ലൈഫിനെ ആക്ച്വലി ചേഞ്ച് ചെയ്യും. നിങ്ങൾ ഈ 5 വർഷം എന്ത് പഠിക്കുന്നോ, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നോ, അതായിരിക്കും നിങ്ങളുടെ വരുന്ന 50 വർഷത്തേക്ക് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ 5 വർഷം കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. ആദ്യമായിട്ടായിരിക്കും നമ്മള് എഞ്ചിനീയേഴ്സോ അവര് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പൊ അതൊരു വ്രതമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതൊരു എടുക്കുക. ആ ഒരു 5 ഇയേഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മള് ശരിക്കും കഷ്ടപ്പെട്ട് നന്നായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളൊരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് ഉറപ്പ്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ 5 വർഷം ഗൾഫിലെ കാര്യം നമുക്കറിയാം. ഗൾഫിൽ ഇവിടെ വരുന്നത് ബേസിക്കലി ഒരു വളരെ ക്ലിയർ ഒബ്ജക്റ്റീവ് ആണ്. പക്ഷെ ഈ ബിഗിനിങ്ങിൽ 5 വർഷം ഞാൻ പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ തന്നെ നല്ല കമ്പനികളിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കമ്പനികളിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് എടുക്കുക. അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഈസി. ഇവിടെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നോക്കുന്നത്. ബേസിക്കലി ഫ്രഷേഴ്സിന് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ കിട്ടാനായിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇവിടെ നോക്കാൻ പറ്റും. ഇതിലിപ്പം നോർമലി കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊക്കെ പല ആൾക്കാരും ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്, പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, UI എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയും. പക്ഷേ ഈ UI എക്സ്പീരിയൻസ് ഇപ്പം കൃഷ്ണൻ പറയുന്ന പോലെ നോക്കുകയാണെങ്കിൽ നാട്ടിലുള്ള ഒരു ഹൈ എൻഡ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെക്ടറിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എക്സ്പീരിയൻസ് അവിടെ നിന്ന് തന്നെ പിന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കൃഷ്ണ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ എക്സ്പീരിയൻസിന്റെ ഫൗണ്ടേഷൻ LNT ആണ്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ട്യൂബ്രോ ആ സുജിഗേഡ് ഡിവിഷൻ്റെ കമ്പനിയാണ്. അവരുടെ ട്രെയിനിങ് എന്നെ 2 മാസം സ്ട്രെയിറ്റ് അവേ അവരുടെ പ്ലാന്റ് ട്രെയിനിങ്ങിലാണ് കിടക്കുന്നത്. 2 മാസം. അത് കഴിഞ്ഞുള്ള 1 മാസം കൊമേഴ്സ്യൽ ട്രെയിനിങ് ആണ്. ഇപ്പം നമ്മൾ എങ്ങനെയാണ് കസ്റ്റമറിനെ മീറ്റ് ചെയ്യുക, എങ്ങനെയാണ് സംസാരിക്കുക, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക, ഇതൊക്കെ ഒരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആണ്. ആദ്യത്തെ 5 വർഷം ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആക്കണത്. അതിനുശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്തു, എവിടെ വേണേ ഇപ്പൊ. കാരണം നിങ്ങൾ സാധാരണക്കാരിൽ നിന്നും പഠിച്ചു, ജോലി ചെയ്ത്, ജോലിയിൽ നന്നായിട്ട് വർക്ക് ചെയ്ത്, വലിയ വലിയ മേഖലകളിൽ തന്നെ കൈകാര്യം ചെയ്ത് ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക് വന്നു. സോഷ്യൽ കമ്മിറ്റ്മെന്റ് എല്ലാം ആയിട്ട് വന്നു. ഈ ഒരു യാത്രയിൽ ഒരു ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം, അത് ഭയങ്കര ഒരു എഫക്റ്റ് ചെയ്ത തീരുമാനമായി, ഒരുപാട് വിജയങ്ങൾക്ക് കാരണമായി. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ കൃഷ്ണൻ? അങ്ങനെ ഒരു എടുത്ത തീരുമാനമായിട്ട് പറയും. മെയിൻ ഔദ്യോഗിക ജീവിതം ലാസ്റ്റ് ട്യൂബ്രോയിലായിരുന്നു. LNT 92 മുതൽ 95 വരെ ഞാൻ അവിടുത്തെ ബ്രാഞ്ച് ഇൻചാർജ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1995 എനിക്ക് നമ്മുടെ പെർഫോമൻസ് നോക്കിയിട്ട് LNT തന്നെ എന്നെ കേരളത്തിന്റെ ഇൻചാർജ് ആയിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തു 1995. അതേ സമയമാണ് എനിക്ക് മസ്കറ്റിൽ വരാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഭവാൻ എഞ്ചിനീയറിംഗ് അവിടെ ബോംബെയിൽ വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്ത് അവരും എനിക്ക് ഓഫർ തന്നു. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരേ സമയത്താണ്. ഞാൻ അതിന് ആക്ച്വലി ക്രെഡിറ്റ് ചെയ്തത് എൻ്റെ വൈഫിനെയാണ്. കാര്യം
പുള്ളി ഞങ്ങൾ ഒത്തിരി സംസാരിക്കുന്നത് പറയുമ്പോൾ നമ്മൾ കേരളം വിട്ട് മുംബൈയിൽ വന്നു, പൂനെയിൽ വന്നു, മുംബൈയിൽ വന്നു. നമ്മളെ എക്സ്പോഷർ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് ഞാൻ മനസ്സിലാക്കണം. ഞാനൊരു ഇടുക്കി ജില്ലക്കാരൻ, പിന്നെ തിരുവനന്തപുരത്ത് വന്നു, അത് പൂനെ വന്നു, ബോംബെ വന്നു. നമ്മുടെ എക്സ്പോഷർ കൂടി വരാം. തിരിച്ചു വന്നപ്പോൾ നമുക്കിനി ഇന്റർനാഷണൽ എക്സ്പോഷർ വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോക്കണത്. ആക്ച്വലി ഇന്റർനാഷണൽ എക്സ്പോഷർ നമ്മൾ ഇന്ത്യ കണ്ടു, ഇന്ത്യയിൽ ഞങ്ങൾ പലയിടത്തും യാത്രയൊക്കെ ചെയ്തു. ഇനി നമുക്ക് ലോകം ഒന്ന് കാണണം. ആക്ച്വലി പലയിടത്തും ടെക്നോളജീസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്, പല കൾച്ചറാണ്, നമ്മൾ പല വിധമായിട്ടുള്ള ആൾക്കാരെ കാണാം. അപ്പൊ ഇങ്ങനെ ഈ ഇതാണ് ഞങ്ങളുടെ ആലോചന, ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് വൈഫിന്റെ വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ 2 ഓഫറും വരുന്നത്. ഒന്ന് L&Tയിൽ തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ട് കേരളത്തിന്റെ ഇൻചാർജ് ആയിട്ട്. അപ്പൊ അന്ന് ആലോചിക്കണം, അന്ന് ഹെഡ് ഓഫീസ്, കേരളത്തിന്റെ ഹെഡ് ഓഫീസ് രവിപുരത്താണ്, കൊച്ചിയില്. എന്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ. അന്ന് ഞാൻ തൊടുപുഴയില്, എനിക്കൊരു 1.5 മണിക്കൂർ എടുത്താൽ മതി ഇവിടെ വരാം. ഇൻസിഡന്റലി തൊടുപുഴയിലും ഒരു L&Tയുടെ ഒരു സ്റ്റോക്കിസ്റ്റ് ഉള്ള സമയമാണ്. അപ്പം എനിക്ക് ഈവൻ ഒഫീഷ്യലായിട്ട് വീട്ടിൽ വരാൻ പറ്റും, കേരളം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റും. എന്റെ മനസ്സിൽ കൊതിയുണ്ടായിരുന്ന ഒരു ജോലിയാണത്, കേരളത്തിൽ വന്ന് കേരളത്തിന് ഇൻചാർജ് ആയിട്ടിരിക്കണം എന്നുള്ളത്. അതേ സമയമാണ് എനിക്ക് മസ്കറ്റിൽ കിട്ടുന്നത്. അത് കുറച്ചുകൂടെ എക്സ്പോഷറാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ഹോളക് ലാഗ് സ്പാനിങ്, ഹോളക് മിഡൻ സ്പാനിങ്, ഹോക്കസ് ഇഡ്ലി, ടാംകോ മലേഷ്യ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ ഡീൽ ചെയ്ത് ഡിഫറെന്റ് സെക്ടർ ഓഫ് പീപ്പിൾ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ, യൂട്ടിലിറ്റി, നല്ല ഡിഫറെന്റ് ഇതിനുള്ളൊരു എക്സ്പോഷർ കിട്ടുന്നത്. അതൊരു വലിയൊരു ഒരു ഡിസിഷൻ മേക്കായിരുന്നു. അന്ന് ഞാൻ ചെയ്ത് ഓക്കെ നമുക്കൊരു ഇന്റർനാഷണൽ എക്സ്പോഷർ വേണമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ മസ്കറ്റ് ജോബ് എടുത്തു. ടെക്നോളജി പോകാൻ പറ്റി. പല പല ഇൻഡിപെൻഡന്റ് ലാബ്സ്, ടെക് ടെസ്റ്റ് ലാബിൽ എനിക്ക് പോയി വിറ്റ്നസ് ചെയ്യാൻ പറ്റി. പല പ്രോഡക്റ്റുകളും ടൈപ്പ് ടെസ്റ്റ് ചെയ്യുന്ന കൂടെ പോയി കാണാൻ പറ്റി. പല യൂട്ടിലിറ്റികളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ഒരു വലിയൊരു ലൈഫ് ചേഞ്ച്, അതൊരു ഡിസിഷൻ ഭയങ്കരമായിട്ട് ലൈഫ് ചേഞ്ച് എന്ന് തന്നെ പറയാം. അതൊക്കെ വൈഫ് അതിലൊരു വലിയൊരു കാരണമാണ്. കൂടെ നിന്നു, സപ്പോർട്ട് ചെയ്തു.